Hello friends, welcome back to Arraysworld. ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് രണ്ട് വ്യത്യസ്തമായിട്ടുള്ള സ്വീറ്റ് റെസിപ്പീസ് ആണ്. കണ്ടൻസ്ഡ് മിൽക്ക് കൊണ്ടാണ് ഞാൻ ഈ സ്വീറ്റ്സ് എല്ലാം തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ ആദ്യം ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് സേമിയ കൊണ്ടുള്ള ഒരു സ്വീറ്റാണ്. ഇത് വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാൻ പറ്റിയ ഒരു സ്വീറ്റ് റെസിപ്പിയാണ്. അപ്പോൾ ഈ സ്വീറ്റ് എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അതിനു മുന്നേ പുതിയതായിട്ട് ആരെങ്കിലും ഈ ചാനൽ കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെയുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണം. അപ്പോൾ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ഓൾ എന്ന് ക്ലിക്ക് ചെയ്യുക. എങ്കിൽ മാത്രമേ പുതിയതായിട്ട് ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. വീഡിയോയിലോട്ട് പോവാം. ഈ സ്വീറ്റ് തയ്യാറാക്കാൻ വേണ്ടി ഞാനൊരു പാനിൽ ഒരു പീസ് ബട്ടറാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ബട്ടർ ഒന്ന് ചൂടായി വന്ന ശേഷം നമുക്കിതിലേക്ക് സേമിയ ഒന്നിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിവിടെ എടുക്കുന്നത് റോസ്റ്റഡ് സേമിയാണ്. ഇതുപോലെ തിന്നായിട്ടുള്ള സേമിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇനി ഇത് നമുക്ക് കൈകൊണ്ട് നല്ലപോലെ ഒന്ന് പൊടിച്ച ശേഷം ഈ ബട്ടറിലേക്ക് ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് റോസ്റ്റഡ് സേമിയ ആയ കാരണം തന്നെ ഇത് കൂടുതലായിട്ട് ഇട്ട് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അതിൻ്റെ ക്രിസ്പിനെസ് കിട്ടുന്നത് വരെ മാത്രം നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കരിയാൻ പാടില്ല. അത് നിങ്ങൾ പ്രത്യേകമായിട്ടൊന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ ഏകദേശം നമ്മുടെ സേമിയ ഇവിടെ നല്ലപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് കണ്ടൻസ്ഡ് മിൽക്കാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. എന്നിട്ടിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിതിവിടെ നല്ലപോലെ മിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 5 ടീസ്പൂൺ റവയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ റോസ്റ്റ് ചെയ്യാത്ത റവയാണ് ചേർക്കുന്നത്. റോസ്റ്റ് ചെയ്ത റവയാണെങ്കിൽ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്ക് സ്വിച്ച് ഓഫ് ചെയ്യാം. അപ്പോൾ റോസ്റ്റ് ചെയ്യാത്ത റവ ആയ കാരണം ഞാനിതിട്ട് ഒരു 5 മിനിറ്റ് കൂടെ ഒന്ന് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. തവയിൽ നിന്ന് വിട്ട് വരുന്ന ഒരു പാകത്തിൽ നമുക്കിത് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഇത് അതുപോലെ വന്നു കഴിഞ്ഞു. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ ചൂടാറുന്നതിന് മുന്നേ തന്നെ നമുക്കിതൊന്ന് ഷേപ്പാക്കി എടുക്കണം. ഞാനിത് ഷേപ്പാക്കാൻ വേണ്ടി ഇതുപോലെ കെച്ചപ്പിൻ്റെ ഒരു ക്യാപ്പാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേറെ എന്ത് വേണമെങ്കിലും എടുക്കാം, ഇല്ലെങ്കിൽ റൗണ്ടായിട്ട് വേണമെങ്കിലും ഇത് ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഈ ക്യാപ്പിലേക്ക് ഇത് വെച്ച് നല്ലപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ്. ഗ്യാപ്പുകളൊന്നും ഇല്ലാതെ ഇത് നല്ലപോലെ വേണം പ്രസ് ചെയ്തെടുക്കാൻ. അപ്പോൾ ഓൾറെഡി ഞാൻ വേറെ ഉള്ള സ്വീറ്റ്സ് റൗണ്ടായിട്ടൊക്കെ ഷേപ്പ് ചെയ്യുന്ന കാരണം ഇതൊരു ഡിഫറെൻ്റ് ആയിരിക്കാൻ വേണ്ടി ഞാൻ ഈ ക്യാപ്പ് യൂസ് ചെയ്തതാണ്. അപ്പോൾ നല്ലപോലെ പ്രസ് ചെയ്ത ശേഷം നമുക്കിതൊന്ന് എടുക്കാം. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഇത് ഷേപ്പായി കിട്ടുക. അപ്പോൾ നമ്മുടെ സേമിയ സ്വീറ്റ് ഇവിടെ തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ്. ഇത് ഒരു 5 മിനിറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ്. ഇനി നമുക്ക് റവ ലഡു എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. ഇനി ഈ സ്വീറ്റ് തയ്യാറാക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു പാനിൽ 4 ടീസ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. നെയ്യൊന്ന് ചൂടായി വന്ന ശേഷം നമുക്ക് ഇതിലേക്ക് 1 കപ്പ് റവ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിതിവിടെ നല്ലപോലെ ഫ്രൈ ചെയ്തെടുത്ത് കഴിഞ്ഞു. ഒരു മീഡിയം ഹീറ്റിൽ വെച്ചിട്ട് കരിയാതെ വേണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാൻ. അപ്പോൾ ഇതുപോലത്തെ ഒരു കളറാകുമ്പോൾ നമുക്കിതൊന്ന് സ്ലോ ചെയ്യാം. ഇനി നമുക്ക് ഇതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. എന്നിട്ടിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഈ കണ്ടൻസ്ഡ് മിൽക്കിലുള്ള മോയ്സ്ചർ മതിയാവും നമ്മുടെ ഈ റവ ലഡു തയ്യാറാക്കാൻ വേണ്ടി. അപ്പോൾ ഇത് ഇത്രയും റോസ്റ്റ് ചെയ്താൽ മതിയാവും. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി ഞാനിതൊരു 3 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യാണ്. അപ്പോൾ ഒരു വെറൈറ്റിക്ക് വേണ്ടി ഞാൻ അതിൽ കുറച്ച് കളേഴ്സ് എല്ലാം ചേർത്ത് കൊടുത്തിട്ടാണ് ഇവിടെ ലഡു തയ്യാറാക്കി എടുക്കുന്നത്. നിങ്ങൾക്കങ്ങനെ വേണ്ട എന്നുണ്ടെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യാം. എന്നിട്ട് സാധാരണ രീതിയിൽ ലഡു തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ആദ്യം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചോക്ലേറ്റ് സിറപ്പാണ്. അത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. അപ്പോൾ അതിലൊരു കളറും കിട്ടും, കുട്ടികൾക്ക് എല്ലാവർക്കും ചോക്ലേറ്റിൻ്റെ ടേസ്റ്റും കിട്ടും. അപ്പോൾ അതങ്ങനെ ഒരു വെറൈറ്റിക്ക് വേണ്ടി ഞാനിവിടെ ചെയ്തെടുക്കുകയാണ്. ഇനി ഞാൻ ചേർക്കുന്നത് റോസിൻ്റെ സിറപ്പാണ്. അതൊരു 7-8 തുള്ളിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്.
എന്നിട്ട് അതും ഇതുപോലെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത്. അപ്പോൾ റോസിൻ്റെ ഒരു ഫ്ലേവറും കിട്ടും, കളറും കിട്ടും. അതിനു വേണ്ടിയാണ്. ഇനിയുള്ളതിൽ ഞാൻ ഒന്നും തന്നെ ചേർക്കുന്നില്ല, അതങ്ങനെ പ്ലെയിൻ ആയിട്ട് വെക്കുക ചെയ്യുന്നത്. ഇനി നമുക്കിതുപോലൊരു മൗൾഡ് എടുത്ത് അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ പെട്ടെന്ന് ഇളകി വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് ഇതിലേക്ക് ഓരോരോ ഫ്ലേവറായിട്ട് നമ്മളുടെ ഇഷ്ടമുള്ള ഷേപ്പിനനുസരിച്ച് പ്രസ് ചെയ്തെടുക്കാം. കുറച്ച് നെയ്യ് ഞാൻ കയ്യിലേക്കും ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് റബ്ബ് ചെയ്തിട്ടാണ് ഞാൻ ഇതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കുന്നത്. ആദ്യം ഞാൻ പ്ലെയിൻ ആയിട്ടുള്ളതാണ് എടുക്കുന്നത്. എന്നിട്ട് ഇതൊരു മൗൾഡിൽ വെച്ച് നല്ലപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഫ്ലവർ ഷേപ്പായിട്ട് അത് വരും. അപ്പോൾ ഇതെടുക്കുമ്പോൾ മെല്ലെ വേണം എടുക്കാൻ. ചില സമയങ്ങളിൽ അത് പൊട്ടിപ്പോവാൻ സാധ്യതയുണ്ട്. സോ അതൊന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇനി ഞാൻ എടുക്കുന്നത് റോസിൻ്റെ ഫ്ലേവർ ഉള്ളതാണ്. അതും ഇതുപോലെ ഒരു ഫ്ലവർ ഷേപ്പിൽ വെച്ച് നല്ലപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നമുക്ക് ഓരോരോ മൗൾഡിലേക്ക് ഈ ഓരോ ഫ്ലേവേഴ്സും വെച്ച് ഇതുപോലെ പ്രസ് ചെയ്തെടുക്കാം. ഞാനിവിടെ 2-3 എണ്ണം ലഡുവിൻ്റെ ഷേപ്പിൽ റൗണ്ടായിട്ട് തന്നെ ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ അത് നിങ്ങളുടെ എല്ലാം ഇഷ്ടമാണ്. ഏത് ഷേപ്പ് വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ എല്ലാ ലഡ്ഡൂസും ഇതുപോലെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഷേപ്പിലും കളറിലും ചെയ്തെടുത്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഇത് കുറച്ച് വെറൈറ്റി ആയിട്ടും കാണാൻ നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ലഡ്ഡു റെസിപ്പിയാണ്. സോ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതുമാത്രമല്ല, ഞാൻ നേരത്തെ ചെയ്ത സേമിയ സ്വീറ്റും കൂടി നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് എന്നോട് കമൻറ്റ് ചെയ്യണം. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്യണം. നമ്മുടെ അറേസ്വേൾഡ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യണം. ഇനിയും ഇതുപോലുള്ള നല്ല കുറേ വീഡിയോസുകളുമായി കാണുന്നത് വരെ ബൈ, ടേക്ക് കെയർ, ഹാവ് എ നൈസ് ഡേ.